ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സാജിദാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കേർട്ടുമായിട്ടാണ്. അണ്ടർ സ്കേർട്ടായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കുട്ടികളുടെയൊക്കെ റെഡിമെയ്ഡ് ഫ്രോക്കിൻ്റെ അടിവശത്ത് ഇതുപോലെ നെറ്റ് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് ഫ്രോക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം നമ്മൾ ഇതേപോലെയുള്ള ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് ഫ്രോക്കിൻ്റെയോ അതുപോലെ തന്നെ ലെഹങ്കയുടെയോ ഗൗണിൻ്റെയോ ഒക്കെ അടിയിൽ ഇട്ട് കൊടുത്താൽ നല്ല പഫിയായി പൊന്തി നിൽക്കും. റെഡിമെയ്ഡ് ഫിനിഷിങ് തന്നെ നമ്മുടെ ഡ്രസ്സിന് ലഭിക്കുകയും ചെയ്യും. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബ്ലാക്ക് ക്ലോത്താണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു നെറ്റ് ക്ലോത്താണിത്. കുറച്ച് ഹാർഡാണ് ഈ നെറ്റ് ക്ലോത്ത്. നമുക്കതിന് വേണ്ടി സ്കേർട്ടിൻ്റെ അളവെടുക്കാം. ബോഡിയിൽ നിന്നാണ് അളവെടുക്കുന്നത് എങ്കിൽ നിങ്ങൾ അരവണ്ണം എടുക്കുക. അതിനുശേഷം ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ 3 ഇഞ്ച് കുറച്ചതിന് ശേഷം ഇലാസ്റ്റിക് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്കേർട്ടിൽ നിന്നും ഡയറക്റ്റ് അളവെടുക്കുമ്പോൾ സ്റ്റിച്ചിങ് പോയിന്റിൽ നിന്നും മറ്റേ സ്റ്റിച്ചിങ് പോയിന്റിലേക്കുള്ള അളവാണ് എടുക്കേണ്ടത്. ഇവിടെ 12 ഇഞ്ചാണ് നമുക്ക് അരവണ്ണം ലഭിക്കുന്നത്. ഒരു സൈഡിലുള്ളത് മാത്രമാണ്. ബാക്ക് വശത്തേതും കൂടി 12 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. മുൻവശത്തെയും പിറകു വശത്തേതും കൂട്ടി നമുക്ക് ടോട്ടൽ 24 ഇഞ്ചാണ് ലഭിക്കുന്നത്. സാധാരണ നമ്മൾ തയ്യൽ തുമ്പ് വിടുകയാണ് ചെയ്യുക. ഇവിടെ ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഇലാസ്റ്റിക് ബാൻഡ് എടുക്കുന്നത്. 22 ഇഞ്ചാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. 21 ഇഞ്ച് വരെ നമുക്ക് എടുക്കാം, അതായത് 3 ഇഞ്ച് വരെ കുറച്ചെടുക്കാം. നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് എടുത്തതിന് ശേഷം അതിന് 22 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. നമ്മളെ അരവണ്ണമാണ് 22 ഇഞ്ച്. 21 ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ 22 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഇറക്കം എടുക്കാം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എൻഡിങ് പോയിന്റിലേക്ക് വരെയുള്ള ഇറക്കമാണ് എടുക്കേണ്ടത്. ബാൻഡ് അടക്കമാണ് 18 ഇഞ്ച് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം ഇതിനെ 3ആയി ഭാഗിക്കുക. കാരണം നമ്മളിത് 3 പീസായി കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 18 ഇഞ്ചിനെ നമുക്ക് 3ആയി ഭാഗിക്കാം. 6 ഇഞ്ചാണ് നമുക്ക് ലഭിക്കുക. 6, 12, 18. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് വരുന്ന 3 പീസായിട്ടാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. മുകൾ ഭാഗത്ത് നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കേണ്ടതുണ്ട്. അതായത് മുകൾ ഭാഗത്തെ പീസ് കട്ട് ചെയ്യുമ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടാം. മുകൾ ഭാഗത്തെ പീസ് നമ്മളിപ്പോൾ 8 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഫസ്റ്റ് പീസ് മാത്രമാണ് 8 ഇഞ്ച് കട്ട് ചെയ്യേണ്ടത്. ബാക്കി വരുന്ന 2 പീസും നമ്മൾ 6 ഇഞ്ച് വീതിക്കാണ് കട്ട് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് നെറ്റ് ക്ലോത്ത് എടുക്കാം. അതിനുശേഷം ഇലാസ്റ്റിക് ബാൻഡ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് ഇലാസ്റ്റിക് ബാൻഡ് എടുത്ത് ക്ലോത്തിൻ്റെ ഒരു സൈഡിൽ വെച്ചതിന് ശേഷം നന്നായി വലിക്കുക. എത്രത്തോളം ഇലാസ്റ്റിക് ബാൻഡ് നമുക്ക് വലിച്ചു പിടിക്കാൻ പറ്റുമോ അത്രത്തോളം ശക്തിയിൽ വലിച്ചെടുക്കാം. ഇത് വലിച്ച് എവിടെയാണോ എത്തുന്നത് ആ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ആ ഒരു നീളത്തിൽ വേണം നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യാം. ഫസ്റ്റ് പീസ് നമ്മൾ 8 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ആ 8 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 8 ഇഞ്ച് ഇറക്കത്തിലും ഇലാസ്റ്റിക് ബാൻഡ് വലിച്ച് കിട്ടിയ വീതിയിലുമാണ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇറക്കം ഒന്ന് അളക്കാം. 8 ഇഞ്ചാണ്. അതേപോലെ തന്നെ നമുക്ക് നീളം ഇലാസ്റ്റിക് ബാൻഡ് വലിച്ച് എത്രയാണോ കിട്ടിയത് എന്ന് അളന്ന് നോക്കാം. 41 ഇഞ്ചാണ് നമുക്ക് ലഭിച്ചത്. ഇനി സെക്കൻഡ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് പീസിൻ്റെ ഇരട്ടിയാണ്. അതായത് 41 ഇഞ്ചിൻ്റെ ഇരട്ടി 82 ഇഞ്ചാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് സെക്കൻഡ് പീസ്. ഈ സെക്കൻഡ് പീസ് 82 ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്തത്. അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ തേർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. 162 ഇഞ്ചാണ് നമ്മൾ തേർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. ഒറ്റ പീസായി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം 1 മീറ്റർ ക്ലോത്താണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പീസായി കട്ട് ചെയ്തതിന് ശേഷം ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോർഷനും സെക്കൻഡ് പോർഷനും തമ്മിൽ ഫ്രില്ലിട്ട് യോജിപ്പിക്കുകയാണ്. കണ്ടോ, ഇതേപോലെ കുഞ്ഞി ഫ്രില്ലിടുക. കൃത്യമായ അളവൊന്നും ഇതിന് ആവശ്യമില്ല. ഏതാണ്ട് നമുക്ക് ഫ്രില്ലിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. എല്ലാ വശത്തും ഫ്രില്ല് എത്തിയിരിക്കണം. നമുക്ക് ഫ്രില്ലിടുന്നതൊന്ന് നോക്കാം. കണ്ടോ, ഇതേപോലെ നമ്മൾ വളരെ കുഞ്ഞി ഫ്രില്ലിടുക. ഫ്രില്ലിടുമ്പോൾ ഒരു സ്ഥലത്ത് കുറേ ഫ്രില്ലും ചില സ്ഥലങ്ങളിൽ ഫ്രില്ലിടാതിരിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതാണ്ടൊരു ഈക്വലായിട്ട് ഫ്രില്ല് വരണം. നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും തമ്മിൽ ഫ്രില്ലിട്ട് ജോയിൻ്റ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് കാണാം, ഇത് ചെറിയ ഫ്രില്ലായിട്ടാണ് ഇടുന്നത്. ഫസ്റ്റ് പോർഷനിൽ സെക്കൻഡ് പോർഷൻ ഫ്രില്ലിട്ട് കഴിഞ്ഞു. ഇനി ഈ സെക്കൻഡ് പോർഷനിൽ തേർഡ് പോർഷനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്.
നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ടിട്ടാണ് ഇത് നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഫസ്റ്റ് പോർഷനും സെക്കൻഡ് പോർഷനും തേർഡ് പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുകയൊന്നും വേണ്ട, നെറ്റായതുകൊണ്ട് തന്നെ ഒന്ന് ഇളകി പോകുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡുകളും തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇലാസ്റ്റിക് ബാൻഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക എന്നതാണ്. രണ്ട് ഭാഗവും മടക്കി സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ അതും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ മോശം വശത്ത് ഇലാസ്റ്റിക് ബാൻഡ് സ്റ്റിച്ച് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഫസ്റ്റ് പോർഷൻ മുഴുവനായും ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ഉള്ളിലിടാം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് മടക്കി ഇലാസ്റ്റിക് ബാൻഡിനെ കവർ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് നെറ്റിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, 1/2 ഇഞ്ച് മടക്കി ഇലാസ്റ്റിക് ബാൻഡ് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിവിടെ കാണാം 1/2 ഇഞ്ച് മടക്കി ഇലാസ്റ്റിക് ബാൻഡിൻ്റെ മുകളിലൂടെ നെറ്റ് എടുത്തതിന് ശേഷം നമ്മളിത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഒന്ന് വലിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂ. അതായത് സ്റ്റിച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം ഇലാസ്റ്റിക് ബാൻഡിൻ്റെക്കാളും കൂടുതലുണ്ട് നമ്മുടെ നെറ്റ് ക്ലോത്ത്. ഇതോടുകൂടി നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് പൂർത്തിയായി. ഇലാസ്റ്റിക് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തത് നിങ്ങൾക്ക് കാണാം. കണ്ടോ, നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഗൗണിൻ്റെ കൂടെയും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ കൂടെയും അംബർല കട്ട് സ്കേർട്ടിൻ്റെ കൂടെയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇത്രയും ഞെറിവിടാതെ കുറച്ച് ഞെറിവ് കുറച്ചതിന് ശേഷവും ഇട്ട് കൊടുക്കാം. കൂടാതെ വളരെ മെലിഞ്ഞവരാണെങ്കിൽ സാരിയുടെ കൂടെയും ഇതിൻ്റെ ഫ്രില്ലൊന്ന് കുറച്ചതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. സാരി ഇത്രയും പഫിയായി നിൽക്കേണ്ടതില്ല. അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ 3ആയി ഭാഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ 4 പോർഷനായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സ്കേർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ഒത്തിരി ഡ്രസ്സിൻ്റെ കൂടെ ഇത് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ്. ബൈ, ടേക്ക് കെയർ.